കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ KTDO 48 സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കള്ള ടാക്സികൾക്ക് എതിരെയും അനധികൃത റെന്റ് കാറുകൾക്കെതിരെയും നടപടി സ്വീകരിക്കുക, സ്പീഡ് ഗവർണർ, GPS സംവിധാനങ്ങളിലെ അപാകതകൾ പരിഹരിക്കുക, തൊഴിലാളി ദ്രോഹ നടപടികൾക്കെതിരെയും അനധികൃത ഓൺലൈൻ ടാക്സി സംവിധാനങ്ങൾക്കെതിരെയും നടപടികൾ സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വടക്കാഞ്ചേരി RTO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ പ്രസിഡന്റ് ജോയ് പുത്തൻപീടിക ഫ്ളാഗ് ഓഫ് ചെയ്തു. സോൺ പ്രസിഡന്റ് ബഷീർ വെട്ടിക്കാട്ടിരി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ബാഹുലയൻ തൃശൂർ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിച്ചു. ജില്ലയിലെ മറ്റ് സോണുകളിലെ ഭാരവാഹികളായ സൂരജ് മുണ്ടൂർ, ഫെബിൻ ഗുരുവായൂർ, സുന്ദരൻ ചേർപ്പ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. പ്രതിഷേധ ധർണയ്ക്ക് സോൺ സെക്രട്ടറി കമറുദ്ദീൻ നെല്ലുവായി സ്വാഗതവും വൈസ് പ്രസിഡന്റ് മജീദ് ചേലക്കര നന്ദിയും പറഞ്ഞു. പ്രതിഷേധ മാർച്ചിന് സോൺ രക്ഷാധികാരി സത്യൻ പഴയന്നൂർ, വൈസ് പ്രസിഡന്റ് പ്രസാദൻ പഴയന്നൂർ, ജോയിന്റ് സെക്രട്ടറി സുബി പന്നിത്തടം, ട്രഷറർ അബൂസാലി എരുമപ്പെട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ജാഗ്രതാ സമിതി യോഗവും സ്ഥലം മാറിപ്പോകുന്ന SHOക്ക് ആദരവും നൽകി. സ്ഥലം മാറിപ്പോകുന്ന പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ R കുമാറിനെ ജാഗ്രതാ സമിതി അംഗം അഡ്വക്കേറ്റ് ഭാസ്കരൻ പൊന്നാട അണിയിച്ചു. ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതീക്ഷ ചാരിറ്റബിൾ സൊസൈറ്റിയിൽ വെച്ച് ഓഗസ്റ്റ് 31 ഓണാഘോഷം നടത്താൻ യോഗം തീരുമാനിച്ചു. കമ്മ്യൂണിറ്റി റിലേഷൻ ഓഫീസർ T അരവിന്ദ്, ബീറ്റ് ഓഫീസർമാരായ RG രജിത്, സുരേഷ് കുമാർ, ജാഗ്രതാ സമിതി അംഗങ്ങളായ ബഷീർ തങ്ങൾ, മോഹൻ മഞ്ചേരി, PU എഡ്വി, സുരേഷ്, സുനിത, ഷക്കീർ, CM സജീവൻ, ഹമീദ്, കബീർ എന്നിവർ പങ്കെടുത്തു. ഇരുവൃക്കകളും മാറ്റിവെക്കുന്നതിന്റെ ഭാഗമായി ചികിത്സയിൽ കഴിയുന്ന കടവല്ലൂർ സ്വദേശിനിയായ 28 വയസ്സുള്ള മൂസിനയുടെ ചികിത്സാ സഹായ ഫണ്ടിലേക്ക് ആദരിയ കടവല്ലൂർ ബ്രാഞ്ചിന്റെ കീഴിൽ ഹെൽത്ത് പാക്കേജ് ചലഞ്ച് നടത്തി സമാഹരിച്ച ഒരു ദിവസത്തെ വരുമാനത്തുക മൂസിന ചികിത്സാ സഹായ സമിതിക്ക് കൈമാറി. മൂസിന ചികിത്സാ സഹായ സമിതി ചെയർമാനും കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് 20ാം വാർഡ് മെമ്പറുമായ PM നിഷിൽ കുമാർ, കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് മെമ്പർ നസ്രത്ത് അബ്ദുൽ ഖാദർ, കടവല്ലൂർ ആദരിയ ലാബ് മാനേജ്മെന്റ് അംഗങ്ങളായ UM ഇബ്രാഹിം, ഉണ്ണി മാത്തൂർ, മൂസിന ചികിത്സാ സഹായ സമിതി എക്സിക്യൂട്ടീവ് അംഗം ഷൗക്കത്ത് അലി, ആദരിയ ലാബ് സ്റ്റാഫുകൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ആദരിയ ലാബ് മാനേജ്മെന്റ് ബിജു, പൊതുപ്രവർത്തകരായ M ഹസൻകുട്ടി, M മുഹമ്മദ് ഹാജി, ലാബ് സ്റ്റാഫുകൾ തുടങ്ങിയവർ ഹെൽത്ത് പാക്കേജ് ചലഞ്ചിന് നേതൃത്വം നൽകി. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് വീട് ഫേർണിഷ് ചെയ്യാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസിനും അപ്പുറം ഒരുപാട് ഫേർണിച്ചേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുകയാണ് കാസിയോ ഹോം ഡെക്കോ. ഊഞ്ഞാലുകൾ, പ്രീമിയം ആൻഡ് നോർമൽ സോഫ സെറ്റുകൾ, വെറൈറ്റി കളക്ഷൻ ഓഫ് വുഡൻ ബെഞ്ച് ആൻഡ് വുഡൻ ചെയർസ്, ചാരു കസേര, ബഡ്ജറ്റ് ഫ്രണ്ട്ലി കട്ടിലുകളും അതിനിണങ്ങിയ നോർമൽ ആൻഡ് സ്പ്രിംഗ് ബെഡുകളും, കൂടാതെ ടീപ്പോയ്, അൽമാര, ഡ്രസ്സിംഗ് ടേബിൾ, ദിവാൻ കുട്ട്, പിന്നെ ഡൈനിങ് ടേബിളിന്റെയും അതിനോടൊപ്പമുള്ള ചെയറിന്റെയും ഒരു വലിയ കളക്ഷൻ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കാസിയോ ഹോം ഡെക്കോ, കാലിക്കറ്റ്, പാറയമ്പാടം, കുന്നംകുളം. യൂത്ത് കോൺഗ്രസ് ഗുരുവായൂർ ബ്ലോക്ക് സെക്രട്ടറി ആയിരുന്ന AC ഹനീഫയുടെ 10ാം രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് ചാവക്കാട് AC ഹനീഫ അനുസ്മരണ സമിതിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സദസ്സ് സംഘടിപ്പിച്ചു. അനുസ്മരണ സമിതി ചെയർമാൻ TH റഹീമിന്റെ അധ്യക്ഷതയിൽ നടന്ന അനുസ്മരണം UDF കൺവീനർ KV ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. K നവാസ്, ആൻഡോ തോമസ്, KS സന്ദീപ്, KV ലാജുദ്ദീൻ, KK ഫിറോസ്, AC ഉമ്മർ, EV ഇസ്ഹാഖ്, സലാം കൊപ്പര, KB അബ്ബാസ്, TK ബഷീർ, ഫ്രാൻസിസ് വടക്കൂട്ട് എന്നിവർ സംസാരിച്ചു. കടപ്പുറം പഞ്ചായത്ത് 10ാം വാർഡ് പുതിയങ്ങാടി ലേഡീസ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യമുന്നയിച്ചും കാന നിർമ്മാണ ഫണ്ട് വകമാറ്റിയ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചും CPIM പുതിയങ്ങാടി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. CPIM ഏരിയ കമ്മിറ്റി അംഗം KV അഷറഫ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ PA മുഹമ്മദ് മാഷ അധ്യക്ഷനായി. CPIM ലോക്കൽ സെക്രട്ടറി NM ലത്തീഫ്, MS പ്രകാശൻ, ഉമ്മർ മനാഫ്, TK ഹുസൈൻ, വസന്ത വേണു, ബീന ഭൂപേഷ്, PS റഫീഖ്, KM സക്കീർ, MS നൌഫൽ, CN രാജേഷ്, VT ദിനേശൻ എന്നിവർ സംസാരിച്ചു. ഗോപി വെളിച്ചപ്പാട് അനുസ്മരണവും സമാദരണ സദസ്സും 24ാം വാർഷികവും മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഉദ്ഘാടനം ചെയ്തു. രുക്മിണി റീജൻസിയിൽ നടന്ന ചടങ്ങിന് പെരുവനം കുട്ടൻ മാരാർ അധ്യക്ഷത വഹിച്ചു. പുരസ്കാര വിതരണം ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് നിർവഹിച്ചു. ഗുരുവായൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, കൗൺസിലർ ശോഭ ഹരിനാരായണൻ, അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, പ്രഭാകരൻ മണ്ണൂർ, കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ രംഗങ്ങളിലെ പ്രതിഭകളായ സദനം വാസുദേവൻ, രാമചന്ദ്രൻ പുത്തൻവീട്ടിൽ, കോട്ടയ്ക്കൽ പ്രസാദ്, പരപ്പിൽ വേലായുധൻ, കലാമണ്ഡലം ഹരിനാരായണൻ എന്നിവർക്ക് പുരസ്കാരം നൽകി. സുരേന്ദ്രൻ വെളിച്ചപ്പാട്, ശ്രീധരൻ വെളിച്ചപ്പാട്, മോഹൻദാസ് എലവത്തൂർ, കൊച്ചുനാരായണിയമ്മ, കമലാക്ഷിയമ്മ എന്നിവരെ ആദരിച്ചു.
ചടങ്ങുകൾക്ക് ശശി വാർനാട്ട്, ഗുരുവായൂർ ജയപ്രകാശ്, ബാലൻ വാർനാട്ട്, ഷൺമുഖൻ തെച്ചിയിൽ, പ്രഭാകരൻ മൂത്തേടത്ത്, മുരളി അകമ്പടി, ദേവിദാസ് എടവന, രാജൻ കോക്കൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. അതിരപ്പള്ളി കാലടി പ്ലാന്റേഷൻ തോട്ടത്തിനുള്ളിൽ കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. ഏകദേശം 10 വയസ്സുള്ള പിടിയാനയെയാണ് റോഡിനോട് ചേർന്നുള്ള തോട്ടിനകത്ത് രാവിലെ ജോലിക്കെത്തിയ തൊഴിലാളികൾ ചെരിഞ്ഞ നിലയിൽ കണ്ടത്. തൊഴിലാളികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് വനപാലകർ സ്ഥലത്തെത്തി. മരണകാരണം വ്യക്തമല്ല. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ കഴിയൂ. ശ്രീനാരായണപുരം ആമണ്ടൂരിൽ വീട്ടുജോലിക്കാരിയെ കുത്തി പരിക്കേൽപ്പിച്ച് സ്വർണമാല കവർന്നു. AKG നഗറിൽ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. പനങ്ങാട് സ്വദേശി കരീപ്പാടത്ത് അരവിന്ദാക്ഷന്റെ ഭാര്യ ജയ എന്ന 60 വയസ്സുകാരിക്കാണ് കുത്തേറ്റത്. തയ്യിൽ വിശ്വനാഥൻ എന്ന ആളുടെ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ പിന്നിലൂടെ വന്ന ആളാണ് ആക്രമണം നടത്തിയിട്ടുള്ളത്. ദേഹത്ത് 5 ഇടത്തായി കുത്തേറ്റിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇവരെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ജയയുടെ കഴുത്തിലുണ്ടായിരുന്ന 3 പവന്റെ സ്വർണ്ണമാലയാണ് അക്രമി പൊട്ടിച്ചെടുത്തിട്ടുള്ളത്. പ്രതി AKG നഗർ സ്വദേശി വിജേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. DYSP VK രാജു സംഭവസ്ഥലം സന്ദർശിച്ചു. തൃശൂർ ചേലക്കര വാഴക്കോടും കാട്ടാന ഇറങ്ങി. കാട്ടാനക്കൂട്ടമാണ് ഇന്നലെ വാഴക്കോട് ഇറങ്ങിയത്. ഇന്നലെ ആറ്റൂരിൽ ഇറങ്ങിയ ഒറ്റയാൻ ബൈക്ക് യാത്രികനെ ആക്രമിച്ചിരുന്നു.